ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ചക്ക കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റിയ അടിപൊളി കേക്കാണ്. മാത്രമല്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചക്ക കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചക്ക കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് മെൽറ്റായിട്ട് വരും. ഇതിങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഈ പഞ്ചസാരയൊക്കെ കരിഞ്ഞ് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഈ ഒരു കേക്കിന് ഈ പഞ്ചസാര അത്യാവശ്യം നല്ല ഒരു കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ കരിഞ്ഞു പോവുകയും വരുത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഒരുപാട് അങ്ങ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ പറഞ്ഞത്. വെള്ളം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് കട്ട കെട്ടിയതായിട്ട് വരുമെങ്കിലും കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് അതിലേക്ക് മെൽറ്റ് ആയിക്കോളും. വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായി തന്നെ കിട്ടും. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ കേക്കിലേക്ക് ആവശ്യമായ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു 3 ഗ്രാമ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്ലം കേക്കിൽ ചേർക്കുന്നത് പോലെ മറ്റു മസാലയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഗ്രാമ്പ് ചേർക്കുമ്പോൾ തന്നെ ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഈ പഞ്ചസാരയും ഗ്രാമ്പും നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ച് ഹൈ സ്പീഡിൽ ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സൺഫ്ലവർ ഓയിലൂടെ ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോട് ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തപ്പോഴേക്കും കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാരമലൈസ്ഡ് ഷുഗർ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പഴുത്ത ചക്കപ്പഴം ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പഞ്ചസാര പൊടിച്ച അതേ മിക്സി ജാറിൽ തന്നെ ഒരു 10 പഴുത്ത ചക്കപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ചക്കപ്പഴം എല്ലാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ചക്കപ്പഴം എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം നമുക്ക് ഈ ഒരു ചക്കപ്പഴം അരച്ചത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ബാറ്ററിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഈ ബാറ്ററിൽ ഈ ചക്കപ്പഴം അരച്ചത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാനുള്ള കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 15 കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാഷ്യൂ നട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു നട്ട്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ മൈദയുടെ ആ ഒരു കൂട്ട്, അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ ക്രഷ് ചെയ്ത ഈ ഒരു കാഷ്യൂ നട്ട്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിതിങ്ങനെ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ നട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴെ തന്നെ ഒന്നിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ അവൻ പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചക്കപ്പഴമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് വേണം മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് അതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാനിൻ്റെ ഉൾവശത്ത് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് ഇതുപോലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ച് സൈസുള്ള ഒരു ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള പാനാണ് കയ്യിലുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിനുള്ളിലെ എയർ ബബിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നട്ട്സ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റായ അവനിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ്സ് ആണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ കേക്ക് ഒന്ന് ബേക്കായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 45 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. കേക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ചക്കപ്പഴത്തിൻ്റെ സ്മെല്ലാണ് ഈ കേക്കിന്. മാത്രമല്ല നമ്മൾ ആ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു കളറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ഒന്നും തന്നെ കരിഞ്ഞും പോയിട്ടില്ല. ഈ ഒരു കേക്ക് നമ്മൾ ഇന്ന് കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ്. ഇത് നമുക്ക് 3-4 ദിവസം പുറത്ത് തന്നെ വെക്കാം കേട്ടോ, ചീത്തയൊന്നും തന്നെ ആവില്ല. അപ്പോൾ പഴുത്ത ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.